നമസ്കാരം പ്രശാന്ത്ജി. നമസ്കാരം. നമ്മുടെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സർക്കാർ സ്ഥാപനമാണ്. അതേപോലെ തന്നെയാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജും. പക്ഷേ എന്ത് തോന്നുന്നു, പേരിൽ മാത്രം അതൊരു സ്വകാര്യ സ്വാശ്രയ സ്ഥാപനമാണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ആരാണെന്ന് നമ്മൾ ഓൺലൈനിൽ ചികഞ്ഞു നോക്കണം. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മാനേജ്മെൻറ്റ് ആരൊക്കെയാണെന്ന് അവർക്ക് ഇതുവരെ അറിയില്ല. അവർക്കറിയാവുന്ന പ്രിൻസിപ്പളിനെയും ഈ റാം എന്ന് പറയുന്ന ഡീനെയും ഒക്കെയാണ്, HOD മറ്റുമാണ്. അപ്പോൾ ഇത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഈ 300 ഏക്കർ വരുന്ന ഈ അഞ്ചരക്കണ്ടി കോളേജ് ഉള്ളത്. ഏറ്റവും വിവാദമായത്, അവിടുത്തെ ഭൂമി പോലും വിവാദം, ആ കോളേജ് ഇരിക്കുന്ന ആ 300 ഏക്കർ പോലും വിവാദം. ഒരുപാട് ചരിത്രമുണ്ട് ആ സ്ഥലത്തിന്. എന്തൊക്കെയാണ് പ്രശാന്തിന് പറയാനുണ്ടോ? ഒരുപാട് പറയാനുണ്ട് രാജേഷ് ജി. തുടങ്ങിയിടത്ത് നിന്ന് തന്നെ ഞാൻ പറയാം. ഈ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ്, സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ്, സ്വകാര്യ ദന്തൽ കോളേജ്. ഈ ദന്തൽ കോളേജിൻ്റെ പേര് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് എന്നാണ് ഇവർ പറയുന്നത്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് എന്നല്ല, കണ്ണൂർ ദന്തൽ കോളേജ് എന്നാണ് അതിൻ്റെ പേര്. പക്ഷെ ആ പേര് പറയാൻ പോലും നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. അതാണ് അതിനകത്ത് ആരോ പറഞ്ഞു, ഇവരും ഏറ്റുപാടുന്നു. പക്ഷേ ഇതിൻ്റെ ദുരൂഹത എന്താണെന്ന് വെച്ചാൽ 300 ഏക്കർ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന 3 സ്ഥാപനങ്ങളാണ്. ഒരു മെഡിക്കൽ കോളേജ്, ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു ദന്തൽ കോളേജ്. ഈ 300 ഏക്കർ ഭൂമി കയ്യേറിയ ഭൂമിയാണ്. സർക്കാരിൻ്റെ മിച്ച ഭൂമി കയ്യേറിയിരിക്കുകയാണ് എന്ന് താലൂക്ക് ലാൻഡ് റവന്യൂ ബോർഡ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. സംസ്ഥാന ലാൻഡ് റവന്യൂ ബോർഡിന് ഇത് എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കണം. ഈ ഭൂമി ഇത് ഒരു സമയപരിധി പറഞ്ഞു, ഈ സമയപരിധിക്കുള്ളിൽ ഇത് മിച്ച ഭൂമിയാണ്, ഈ മിച്ച ഭൂമി ഏറ്റെടുക്കണം, ഇത് ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ് താലൂക്ക് ലാൻഡ് റവന്യൂ ബോർഡ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ടും ഈ കോളേജുകൾക്കെതിരെ ആ ഭൂമി തിരിച്ചു പിടിക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ദുരൂഹതയില്ലേ? ആ ദുരൂഹത അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഈ കോളേജുകൾ നടത്തുന്നത് ഒരു ട്രസ്റ്റാണ്, പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്. അതായത് ഈ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തൊക്കെ അറിയാം. പിന്നെ റോയൽ പാർക്ക് ഹോട്ടൽ, അതുപോലെ സിനാമൽ ക്ലാസിക് ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ് ഒരു ഹോട്ടലുകളുണ്ടായിരുന്നു. ആ ഹോട്ടൽ പൂട്ടിപ്പോയി. ആ ഹോട്ടൽ ശൃംഖല നടത്തിയിരുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉടമസ്ഥർക്ക് ഈ ട്രസ്റ്റുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഈ ട്രസ്റ്റിൻ്റെ, അതായത് ഈ കോളേജുകളുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്, അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം ശരിയാണ്. കുട്ടികൾക്കറിയില്ല ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആരാണെന്ന്, രക്ഷിതാക്കൾക്കറിയില്ല ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആരാണെന്ന്. എന്തിന് പറയുന്നു, അവിടുത്തെ അധ്യാപകർക്കറിയില്ല ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആരാണെന്ന്. അവിടെ ആകെ പ്രിൻസിപ്പളിന് മാത്രമേ, അല്ലെങ്കിൽ വളരെ ചുരുക്കം ഈ റാമിനെ പോലെയുള്ള ജാതിവെറിയനായ ഈ HOD അതുപോലെയുള്ള കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന്. ഇതാണ് അവിടുത്തെ സംഗതി. അപ്പോൾ ഇത് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ വളരെ രസകരമാണ്. ഞാൻ കണ്ണൂരുള്ള ചില ആൾക്കാരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു, കണ്ണൂർ, കാസർഗോഡുള്ള ചില ആൾക്കാരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അവരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളെന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമ്മളെ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ്. കാരണം ഇതിൻ്റെ ഉടമസ്ഥൻ, ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു അബ്ദുൾ ജബ്ബാർ ഹാജി എന്ന് പറഞ്ഞ ആളാണ്. ഈ അബ്ദുൾ ജബ്ബാർ ഹാജി 2006 ഈ കോളേജുകളുടെ നിർമ്മാണം അവിടെ ആരംഭിക്കുന്നത്. ഈ ഭൂമി കയ്യേറി നിർമ്മാണം ആരംഭിക്കുന്നത്. ഇതിന് ആര് അനുമതി കൊടുത്തു? ഈ കോളേജ് നടത്താൻ എങ്ങനെ അനുമതി കിട്ടി? ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ഭൂമി പോലുമല്ല, ഒരു മെഡിക്കൽ കോളേജ് നടത്താൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അനുമതി വേണ്ടേ? ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു? അത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഈ ആളിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട് എന്നാണ് അവിടുന്ന് കിട്ടുന്ന വിവരം. പിണറായി വിജയൻ അവരുടെ പരിപാടിയിൽ, ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് പരസ്യമായിട്ട് അബ്ദുൾ ജബ്ബാർ ഹാജി എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണെന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ അബ്ദുൾ ജബ്ബാർ ഹാജിക്ക് 3 മക്കൾ, അവർ 3 മക്കളുടെയും കൂടി ചേർന്നാണ് ഈ ട്രസ്റ്റ്, ഈ കോളേജെല്ലാം നടത്തുന്നത്. പക്ഷേ ഇവരെ ആരെയും ഈ പറയുന്നത് പോലെ ഈ അവിടുത്തെ കുട്ടികൾക്കോ, പഠിക്കുന്ന കുട്ടികൾക്കോ, രക്ഷിതാക്കൾക്കോ, കുട്ടികൾ അറിയണമെന്ന് നിർബന്ധമില്ല, പോട്ടെ, പക്ഷെ രക്ഷിതാക്കൾ അറിയണ്ടേ? ഒരു സ്വാശ്രയ കോളേജല്ലേ, തലവരിപ്പണം കൊടുക്കുന്നതല്ലേ, ഫീസ് സ്വകാര്യ ഫീസല്ലേ, സർക്കാർ പറയുന്ന ഫീസ് കൂടാതെ മറ്റ് സ്വകാര്യ തരത്തിലുള്ള ഫീസുകൾ അവിടെ കൊടുക്കണ്ടേ, ട്യൂഷൻ ഫീസ് പോലെയുള്ള ഫീസുകൾ കൊടുക്കണ്ടേ. അപ്പോൾ അതെല്ലാം കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ രക്ഷിതാക്കൾ അറിയണ്ടേ മാനേജ്മെൻറ്റ് ആരാണെന്ന്?
ഈ പറഞ്ഞ കോളേജിന് എത്രത്തോളം പ്രവർത്തന പാരമ്പര്യമുണ്ട്. ഇത് 2011 ശേഷമാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ കഴിഞ്ഞ 15 വർഷത്തെ ചരിത്രമേ ഇതിന് പറയാനുള്ളൂ. ഈ 11 വർഷത്തെ ചരിത്രത്തിനിടയ്ക്ക് അവിടെ എന്തെല്ലാം കുഴപ്പങ്ങൾ ഇത്തരത്തിൽ. ഇപ്പോൾ ഒരു നിതിൻ രാജിൻ്റെ പ്രശ്നമാണ് പുറത്തു വന്നത്. ഇതിനു മുമ്പ് അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും സത്യത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ അന്വേഷിച്ചു പോകുന്നില്ല. അവരെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കിട്ടിയ വിഷയം ജാതിവെറിയുടെ റാം രാജ്യമാണ്. അതായത് രാമരാജ്യത്തിൽ ജാതിവെറി. നോക്കൂ, ഇതിന് ഈ പറയുന്നത് പോലെ ഈ BJP ആണ് അവർ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കേരളം ഭരിക്കുന്നത് BJP അല്ല. കണ്ണൂരിൽ BJPക്ക് ഒരു MLA പോലുമില്ല. ഈ പഞ്ചായത്തിൽ BJPക്ക് മെമ്പർമാരുണ്ടോ എന്ന് തന്നെ അന്വേഷിച്ച് നോക്കണം. എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പോലും ഈ പിടിച്ചു നിൽക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള ഇപ്പോഴും അപ്പോഴാണ് വെറും ഒരു ഡോക്ടർ റാം നടത്തിയ ഈ ഒരു ജാതിവെറി സംഭവത്തിൽ അല്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ ജാതിവെറിയുടെ റാം രാജ്യം എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതേസമയം ഈ കോളേജിന്റെ പശ്ചാത്തലം എത്ര ദുരൂഹമാണ്. ഞാൻ വരുന്നു. അതറിയാത്ത മാധ്യമപ്രവർത്തകരാണ്. അതറിയാത്തതാണോ അതോ അറിയില്ലെന്ന് നടിക്കുന്നതാണോ? നമുക്കറിയാം, നമ്മളിവിടെ പല സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജുവലറിക്കെതിരെ വാർത്ത വരുമോ? ഏതെങ്കിലും ഒരു വലിയ വ്യവസായിക്കെതിരെ അങ്ങനെ വാർത്ത വരുമോ? പരസ്യ വിഭാഗത്തിന്റെ അനുമതി വേണം. അതല്ലാതെ വാർത്ത വരില്ല. അപ്പോൾ ഇവിടെ അതൊക്കെ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ അറിയാത്തതാണോ അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നതാണോ? ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ട്രസ്റ്റിലേക്ക് വരാം. അപ്പോൾ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് ദുരൂഹതയുണ്ട്. ഈ അബ്ദുൾ ജബ്ബാർ ഹാജി ഇപ്പം മലേഷ്യയിലാണ്, ഇന്ത്യയിലല്ല. അദ്ദേഹത്തിനെതിരെ ഈ ഭൂമി തരം മാറ്റത്തിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളൊരു കേസുണ്ട്. പോരാത്തതിന് അദ്ദേഹത്തിന് മലേഷ്യയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നില്ല? ഈ ഭൂമി തരം മാറ്റൽ കേസെന്ന് പറയുന്നത് ഒരു വലിയ കേസൊന്നുമല്ല, ക്രിമിനൽ കുറ്റമൊന്നുമല്ല. അതൊരു ക്രിമിനൽ കുറ്റമാണ്, പക്ഷേ അതൊരു സിവിൽ കേസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞു നിൽക്കുക. ഒരു പിഴയൊക്കെ അടച്ചാൽ തീരുന്ന പ്രശ്നമാണത്. വലിയ ശിക്ഷയൊന്നും കിട്ടാൻ യോഗ്യതയുള്ളൊരു കുറ്റമല്ല. പക്ഷേ ഈ ആൾ ഇന്ത്യയിലേക്ക് വരാതിരിക്കുന്നതിൻ്റെ പുറകിൽ വേറൊരു ആരോപണമുണ്ട്. ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ എന്തോ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. EDയുടെ വകയാണോ NIAയുടെ വകയാണോ എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ലോക്കലായിട്ട് കണ്ണൂരിൽ നിന്നും ആൾക്കാർ നൽകുന്ന വിവരം ഇതാണ്. മറ്റൊരു വിവരം കിട്ടുന്നുണ്ട്. മലേഷ്യയിൽ ഇദ്ദേഹം പോയി, ഗൾഫ് നാടുകളിലൊന്നും പോയില്ല, മലേഷ്യയിലേക്ക് പോയി അഭയം പ്രാപിക്കുന്നു. സക്കീർ നായിക് എന്ന നമ്മുടെ വിവാദ നായകൻ ഇതിന്റെ പിന്നിലുണ്ടെന്നും സക്കീർ നായിക് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ അത്തരത്തിലുള്ളത് ഉയരുന്നുണ്ട്. കാരണം ഈ സക്കീർ നായിക് ഈ മതപരിവർത്തനത്തിൻ്റെ ആളാണ്. ഇവിടെ ഈ കുട്ടികളെ ഈ ജാതി അധിക്ഷേപിച്ചൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാക്കി പതുക്കെ മതം മാറ്റാനുള്ള ശ്രമം, ഇസ്ലാമിലേക്ക് ചേർക്കാനുള്ള ശ്രമം, ഒരു ഗൂഢശ്രമം അവിടെ നടക്കുന്നുണ്ടോ? കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് ഈ ട്രസ്റ്റിന് തന്നെ PDPയുമായിട്ട് വലിയ ബന്ധമുണ്ട്, അബ്ദുൾ നാസർ മദനിയുമായിട്ട്. ഈ അബ്ദുൾ ജബ്ബാർ ഹാജിക്കും അബ്ദുൾ നാസർ മദനിയുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ വളരെ ദുരൂഹമാണ്. മാത്രമല്ല, കാസർഗോഡ് പൊയ്നാച്ചി എന്ന് പറയുന്ന സ്ഥലത്തൊരു സെഞ്ച്വറി ദന്തൽ കോളേജിൽ നിന്നാണ് പണ്ട് സിറിയയിലേക്ക് ആട് മേയ്ക്കാൻ പെൺകുട്ടികൾ പോയത്. നമ്മുടെ ആറ്റുകാലുള്ള നിമിഷ അടക്കം, മെറിൻ എന്ന് പറയുന്ന എറണാകുളത്തെങ്ങണ്ടുള്ളൊരു കുട്ടിയടക്കം ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും സിറിയയിലേക്ക് ആട് മേയ്ക്കാൻ പോയത് അവിടെ നിന്നാണ്. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന് അവിടെ പഠിത്തം കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് പോയത്. ക്യാമ്പസ് ഇന്റർവ്യൂ അവിടെ ആയിരുന്നു ക്യാമ്പസ് ഇന്റർവ്യൂ. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ ട്രസ്റ്റുകളെല്ലാം സമാന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം വളരെ ദുരൂഹമാണ്. അതേ ദുരൂഹതയാണല്ലോ നമ്മൾ ഡൽഹി സ്ഫോടന കേസിന്റെ പിന്നാമ്പുറയിൽ തെളിച്ചെന്നപ്പോൾ അൽഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കണ്ടത് അതാണ്. ഇതേ തുർക്കിയിൽ നിന്ന് പണം വരുന്നു. ഈ പറയുന്നത് പോലെ അവിടെ പഠിച്ചിറങ്ങി അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, നമ്മളൊരു ഉമർ നബിയും ഒരു വനിതാ ഡോക്ടറുടെയും അറസ്റ്റിലായ 4-5 ഡോക്ടർമാരുടെ കഥയെ നമുക്കറിയുള്ളൂ. അതിവിടെ നല്ല മാധ്യമങ്ങൾ എഴുതിയത് കൊണ്ടാണ് ഇവിടെയുള്ളവർ അത് വായിക്കുന്നത്. 32 ഡോക്ടർമാർ അബ്സ്കോണ്ടിങ് ആണ്. ഞാനത് നമ്മുടെ ഭാരത് ലൈവിൽ തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് മുമ്പ്. അപ്പോൾ ഇതൊക്കെ വളരെ ദുരൂഹമായ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങളാണ്. എന്താണ് ഇതിൻ്റെ ശരിയായ ഉത്തരം? ഇത് സത്യത്തിൽ
ഈ പറഞ്ഞതുപോലെ കേരള പോലീസൊന്നും അന്വേഷിച്ചാൽ പോരാ. ഇത് പുറത്തു വരണമെങ്കിൽ NIA തന്നെ അന്വേഷിക്കണം. അതുപോലെ ഈ ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ ഒരു സഹായവും സഹകരണവും ഇതിനകത്ത് വേണം. എങ്കിലേ ഇത് വളരെ കൃത്യമായിട്ട് ഇത് അന്വേഷിച്ച് വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ TCSലെ സംഭവമായാലും TCS നാസിക് അടച്ചുപൂട്ടിയല്ലോ, അവിടെയും നടന്നിരുന്നത് ജോലിക്കായി വന്ന ജീവനക്കാരെ നിർബന്ധിച്ച്, മറ്റേ വിദ്യാർത്ഥികളാണ്, അതും ഇത് അടുത്ത ഒരു പടി കഴിഞ്ഞ് ജീവനക്കാരെ നിർബന്ധിച്ച് മതം മാറ്റുന്നു. ജീവനക്കാരെന്ന് പറഞ്ഞാൽ അവിടെയും രസകരമായ കാര്യം അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന കാര്യം, നമ്മൾ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട കാര്യം, പലരും പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അവർക്കവിടെ ജോലി കൊടുക്കുകയും, അതായത് അവർക്ക് ജോലി അത്യന്താപേക്ഷിതമാണ്, ജീവിക്കണമെങ്കിൽ ജോലി വേണം. പലരും ലോൺ എടുത്ത്, ഇന്നിപ്പോൾ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്നത് കുട്ടികൾ ലോൺ എടുത്താണ്. ഇപ്പം ഈ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നവർക്കെല്ലാം വിദ്യാഭ്യാസ വായ്പ കിട്ടുന്നുണ്ട്. ആ വിദ്യാഭ്യാസ വായ്പ എടുത്ത് പഠിക്കുന്ന കുട്ടികൾ പഠിച്ചിറങ്ങിയ അവരുടെ പുറത്ത് വലിയ പ്രഷറാണ്. പിന്നെ ഈ വീട്ടുകാരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയൊക്കെ വയസ്സായി, ഇനി വീണ്ടും ലോൺ അടയ്ക്കാനും അവർ കിടന്ന് പാടുപെടണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവർക്ക് ഈ കുട്ടികൾക്ക് ജോലി അത്യന്താപേക്ഷിതമാണ്. ഒരു തൊഴിൽ അവർക്ക് കൂടിയേ തീരുള്ളൂ. അവരതുകൊണ്ട് തന്നെ കിട്ടുന്ന ജോലി സ്വീകരിക്കും. ജോബ് സെക്യൂരിറ്റി ഇവിടെ വലിയ പ്രശ്നമാണ്. അതെ, തീർച്ചയായിട്ടും ഏത് നിമിഷവും അല്ല, അത് ഇപ്പോഴത്തെ സ്വകാര്യ മേഖലയിൽ എപ്പോഴും ഭയങ്കര കോമ്പറ്റീഷനാണ്. നമുക്ക് ഒരാളിന് നാളെ രാവിലെ വരുമ്പോൾ നിനക്ക് ഇന്നിവിടെ ജോലി ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഈ ലേബർ കോഡ് ഇപ്പോൾ നരേന്ദ്രമോദി കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ശരിയാണ്, ഒരു തൊഴിലാളി വിരുദ്ധമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അടിസ്ഥാനപരമായിട്ട് ജോബ് സെക്യൂരിറ്റി, ഒരാളെ ഒരു ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ചില മാനദണ്ഡങ്ങൾ വേണം. ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒരാളിന് പിരിഞ്ഞു പോകാനും കഴിയരുത്. ഞാൻ നാളെ രാവിലെ വന്നിട്ട് പറയുകയാണ് എനിക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ഉണ്ട്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം നടത്തുന്ന ആൾ തൊഴിലുടമയ്ക്കും തൊഴിലാളിക്കും ഒരുപോലെയുള്ള പരിഗണന കിട്ടണം. അപ്പോൾ അതൊക്കെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിദ്യാഭ്യാസ വായ്പ എടുത്ത് പഠിക്കുന്ന കുട്ടികൾ ഈ പറഞ്ഞതുപോലെ അവർ ഈ വായ്പ തിരിച്ചടയ്ക്കാൻ നിർബന്ധിതരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. അത് വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് പല സ്ഥലത്തും. പ്രത്യേകിച്ച് നമുക്കറിയാം, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ മുതിർന്ന, അതായത് സീനിയേഴ്സ്, മുതിർന്ന ഉദ്യോഗസ്ഥർ, ഇവരുടെ മുകളിൽ ജോലി ചെയ്യുന്ന ഹെഡ്, ഇവരുടെ ഗ്രൂപ്പിൻ്റെ ഹെഡ് ഒക്കെ പല രീതിയിൽ ലൈംഗിക ചൂഷണം ഉൾപ്പെടെ ഈ കുട്ടികളെ വിധേയമാക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും പുറം നാട്ടുകളിലും ഒക്കെ നടക്കുന്നുണ്ട്. ഇതല്ലാത്ത ഒരുപാട് നല്ല സ്ഥാപനങ്ങളും ഉണ്ട് കേട്ടോ, അതില്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ എവിടെയും ഇതെല്ലാം നടക്കാൻ സാധ്യതയുണ്ട്. അത് ഈ എന്താ പറയുക, അങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ കുട്ടികൾ പഠിക്കുകയും ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്. ഇതിനെല്ലാം മുതലെടുക്കാൻ കഴുകൻ കണ്ണുകളുമായിട്ട് ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഇതിന് ഈ പറഞ്ഞതുപോലെ ഈ മതപരിവർത്തനം ആകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യമിടുന്നു. മതപരിവർത്തനം അല്ലാത്ത വിഷയങ്ങളുമുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ അവിടെ പിന്നെ ഈ പറഞ്ഞ ഈ മതപരമായ വേർതിരിവൊന്നുമില്ല, എല്ലാവരും അതിൽ പെട്ടുപോകും. ഹിന്ദു കുട്ടിയും ക്രിസ്ത്യൻ കുട്ടിയും മുസ്ലിം പെൺകുട്ടിയും ഒക്കെ ഇതിൽ പെട്ടുപോകും. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സത്യത്തിൽ നിയമം മൂലം കർശനമായിട്ട് ഇതിനെല്ലാം അടിച്ചമർത്തണം. ആധാർ കാർഡ് പോലും വ്യാജമായി നിർമ്മിക്കുന്ന, അത് ഒറിജിനലാണെന്ന് നമ്മുടെ തമ്പാനൂർ പോലും സ്ഥിരീകരിച്ച സംഭവം. അല്ല, അത് വൈറൽ പെൺകുട്ടി. അതിന് കാരണമുണ്ടെന്നേ രാജേഷ് ജി. അത് പോലീസിനെ നമ്മൾ പോലീസിൻ്റെ പിടിപ്പുകേടാണ്, അതല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു സത്യവാങ്മൂലം കൊടുക്കുന്നു, എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് ഇല്ല, എന്നെ വീട്ടിൽ പ്രസവിച്ചതാണ്. ഇത് പണ്ട് ഇതൊന്നും ഈ പറയുന്നത് പോലെ നമ്മൾ ഈ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇപ്പോഴാണ് ആയി തുടങ്ങിയത് പലതും. പണ്ട് നമുക്ക് ഒരാളിന് 10 ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അത്രയ്ക്ക് ലൂപ്പ് ഹോളുകൾ ഉണ്ടായിരുന്നു. SSLCക്ക് 1ാം ക്ലാസ്സിൽ ചേർക്കാൻ പോകുമ്പോൾ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. ഇന്ന് അതൊക്കെ മാറി. ഇന്നിപ്പോൾ ഹോസ്പിറ്റൽ ഡിജിറ്റലൈസ്ഡ് ആണ്, അതുപോലെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ ഡിജിറ്റലൈസ്ഡ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെന്നിട്ട് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത്രാം തീയതിയാണ്, എനിക്ക് പുതിയ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്ഥാപനത്തിന് എൻ്റെ ആധാറും എൻ്റെ പേരും എല്ലാം കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. പണ്ട് ഇതൊന്നും ഇല്ല. അതായത്
10-20 കൊല്ലം മുമ്പേ നമുക്കിതൊന്നും അങ്ങനെ പറയാൻ കഴിയില്ലായിരുന്നു. നമുക്കൊക്കെ SLC ഈ പെൺകുട്ടിയുടേത് ഈ പറഞ്ഞതുപോലെ ചെന്ന് ഒരു സത്യവാങ്മൂലം കൊടുത്ത് ഇവർ നാടോടികളാണെന്ന്. അപ്പോൾ ഈ കുട്ടിയുടെ ഇത് കൊടുത്ത് സത്യവാങ്മൂലം നോട്ടറിയെ കൊണ്ട് ഒരു സത്യവാങ്മൂലം റെഡിയാക്കി കൊടുത്ത് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഇവരുണ്ടാക്കിച്ചതാണ്. സത്യത്തിൽ ഈ കൊടുത്ത ആൾക്കാർക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇത് വ്യാജമാണോ എന്ന് അറിയില്ല. ഇവർ തന്ന ഡാറ്റ എല്ലാം വെച്ച് അവർ കൊടുത്തു. കാരണം ഈ പറഞ്ഞതുപോലെ വീട്ടിൽ പ്രസവിച്ചതാണ്, ഹോസ്പിറ്റലിലല്ല. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് ഈ ഹോസ്പിറ്റലിൽ പ്രസവിച്ചതിൻ്റെ രേഖകളുണ്ടായിരുന്നു. അവിടെ വളരെ കൃത്യമായിട്ട് ഈ കുട്ടിയുടെ തൂക്കമടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛനാര്, അമ്മയാര്, പെൺകുട്ടിയാണ്, എല്ലാ വിവരങ്ങളും അവിടെ രേഖപ്പെടുത്തിയിരുന്നത് കൊണ്ടാണ് ഈ തട്ടിപ്പ് പുറത്തു വന്നത്. 34 മാസം തികഞ്ഞാണ് പ്രസവിച്ചത് എന്ന് വരെ രേഖ. അതെ അതെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ അഞ്ചരക്കണ്ടിയിൽ നിന്ന് നമ്മൾ അങ്ങ് ഉജ്ജയിനി വരെ, ഇൻഡോർ വരെ പോയി. പരിവർത്തനത്തിന്റെ മറ്റൊരു അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ അബ്ദുൾ ജബ്ബാർ ഹാജിയുടെ പശ്ചാത്തലം വളരെ ദുരൂഹമാണ്. ഇത് അന്വേഷിച്ചേ മതിയാവൂ. എന്തിനു ഇദ്ദേഹം മലേഷ്യയിൽ പോയി? അല്ല, ഈ അതൊക്കെ ഞാൻ പറയണ അതെല്ലാം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. ഇത് കേവലം ഒരു നിതിൻ രാജിന്റെ ഈ ജാതി വെറിയെ തുടർന്നുണ്ടായ ആത്മഹത്യയായിട്ട് ഇതിനെ ഒതുക്കിക്കളയരുത്. ജാതി വെറിയാണെന്ന് പറയുന്നില്ല, ലോണാപ്പിന്റെ സമ്മർദ്ദം മൂലം ലോണാപ്പിന്റെ സമ്മർദ്ദം കൊണ്ട് ഈ കുട്ടി ആത്മഹത്യയാണെങ്കിൽ അതിന് മുമ്പേ ഈ പയ്യൻ ആത്മഹത്യ ചെയ്യേണ്ട, ഇതിനേക്കാൾ വലിയ സമ്മർദ്ദം അത് നേരിട്ട് അതിജീവിച്ചവനാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു ദുരൂഹതയുണ്ട്. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ 300 ഏക്കർ ഭൂമി എങ്ങനെ ഇവർക്ക് കയ്യേറാൻ കഴിഞ്ഞു? ഇതാരാണ് അതിന് ഒത്താശ? ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അതിനകത്തൊരു ക്രിസ്ത്യൻ പള്ളിയും ഒരു പുരാതനമായ ബംഗ്ലാവും ഉണ്ടായിരുന്നു, വളരെ പഴക്കം ചെന്ന്. സത്യത്തിൽ ഇത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കേണ്ടതായിരുന്നു. പക്ഷെ അത് സമ്മതിക്കാതെയാണ് ഈ ഭൂമി ഇവർ കയ്യേറിയത്, ഈ തോട്ടം കയ്യേറിയത്, കറുകപ്പെട്ട തോട്ടം. എന്നിട്ട് കയ്യേറിയിട്ട് ഇവരെന്ത് ചെയ്തു? ഈ ക്രിസ്ത്യൻ പള്ളിയെയും ബംഗ്ലാവിനെ ഇവർ ഇടിച്ചു നിരത്തി, അതിനകത്തൊരു മുസ്ലിം പള്ളി നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെയൊരു കാര്യമുണ്ട്. അപ്പോൾ ഒരു ആരാധനാലയം, അതിനകത്ത് കയ്യേറിയ ഭൂമിയിൽ ആരാധനാലയം നിർമ്മിച്ചു എന്നുള്ള ഗുരുതരമായ കുറ്റം കൂടി ഉണ്ട്. സത്യത്തിൽ അത് മതപരമായ ഒരു പ്രശ്നം കൂടിയാണ്. അങ്ങനെ കയ്യേറിയ ഭൂമിയിൽ ആരാധനാലയം നിർമ്മിക്കാൻ പാടില്ല. അത് മതത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അവഹേളനമാണ്, അല്ലേ? അപ്പോൾ ഇതെല്ലാം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം, ഇതെല്ലാം ഒരു മറയാണ്. മതത്തെ മറയാക്കുന്നു, ആരാധനാലയത്തെ മറയാക്കുന്നു, മറ്റു ചില എന്തൊക്കെയോ അവർക്ക് മറയ്ക്കാനുണ്ട്. അതിനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ എ കെ ആന്റണി സ്വാശ്രയ നിയമം കൊണ്ടുവന്നതിന്റെ ചൂട് പിടിച്ച് 2004 ആന്റണി രാജു 2006 കോളേജിന്, അന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ സ്വാശ്രയ കോളേജുകളിലെ ഇപ്പോൾ 22 എണ്ണം എന്തുകൊണ്ട്, അന്നത്തെ പ്രാരംഭിക ആദ്യത്തെ 5-ലോ 8-ലോ ഉള്ള ഒരു കോളേജാണിത്. 2006 ഇവർ ഈ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത്. 2006 VS സർക്കാർ അധികാരമേറ്റതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ കൃത്യമായിട്ട് CPIM-ന്റെ കണ്ണൂർ ലോബിക്ക് ഇതിനകത്തൊക്കെ പങ്കുണ്ട്. ഈ ഭൂമി കയ്യേറിയതിൽ, ഈ ഭൂമിയിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിൽ ഈ 3, അതായത് എഞ്ചിനീയറിംഗ് കോളേജ്, ഡെൻ്റൽ കോളേജ്, മെഡിക്കൽ കോളേജ്, ഈ ഡെൻ്റൽ കോളേജിനും മെഡിക്കൽ കോളേജിനും എല്ലാം അഫിലിയേഷൻ വരേണ്ടത് ഡൽഹിയിൽ നിന്നാണ്. വളരെ കൃത്യമായിട്ട് ഇവർ 2011 അഫിലിയേഷൻ വാങ്ങിയെങ്കിൽ അന്ന് ഭരിച്ചിരുന്നത് കോൺഗ്രസ്സാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ്സാണ്. എന്നിട്ട് അതിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അബ്ദുൾ ജബ്ബാർ ഹാജി എനിക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണെന്നും അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളെല്ലാം വിജയിക്കട്ടെ എന്നുമൊക്കെ പറഞ്ഞ് ആശംസാ പ്രസംഗം നടത്തുന്നു. ഇതൊക്കെ നമുക്കങ്ങനെ അത്ര വേഗത്തിൽ എഴുതിത്തള്ളാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതിനകത്തൊന്നും ഒരു ദുരൂഹതയും ഇല്ലേ? അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി അന്വേഷിക്കണം. അന്വേഷിച്ചാൽ മാത്രമേ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്ന് ലാൻഡ് ബാങ്കിനെ കുറിച്ച് പറയുമായിരുന്നു. അന്നത്തെ റവന്യൂ മന്ത്രി വ്യക്തമായിട്ട് ലാൻഡ് ബാങ്ക് ഇത് കൊണ്ടുവരും, ലാൻഡ് ബാങ്ക് പ്രകാരം കേരളത്തിൽ ഇത്ര ഹെക്ടർ ഭൂമി ഒഴിഞ്ഞിടപ്പുണ്ട്. ഇതെല്ലാം ചന്ദ്രശേഖരനാണ് അന്ന് റവന്യൂ മന്ത്രി ആയിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച രാജൻ റവന്യൂ മന്ത്രി ഈ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, VS സർക്കാരിന്റെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു അന്നില്ല. 1-2 ഏക്കർ ആണെങ്കിലും ഞാൻ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് അതൊക്കെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ഞാൻ പറഞ്ഞു വരുന്നത് 2006 VS സർക്കാർ വന്നപ്പോഴും ഇതുപോലെ ഈ കയ്യേറ്റ ഭൂമി മുഴുവനും തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞു. 3 പൂച്ചകളെ വിട്ടു, മൂന്നാറിലേക്ക് പോയി. എന്തായി അതൊക്കെ? അവസാനം ഇതെല്ലാം
അന്ന് നമ്മുടെ എം.എൻ. വിജയൻ, സാഹിത്യകാരനായിരുന്ന എം.എൻ. വിജയൻ അന്ന് പറഞ്ഞത് പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞത് പണത്തിന് മീതെ പറക്കുന്ന പരുന്താണ് ആ JCBകളെല്ലാം, ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നത്. പക്ഷെ എന്തായി? അതെല്ലാം പഴയതുപോലെ തന്നെ ആയി. അപ്പോൾ ഈ കേസിൽ ഇതൊരു വഴിത്തിരിവാണ്, ഒരു വീണ് കിട്ടിയ അവസരമാണ്. ഒരു യുവാവിൻ്റെ ആത്മഹത്യയിൽ തുടങ്ങി അന്വേഷണം ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആസൂത്രിതമായ ശ്രമം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയണം. അങ്ങനെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അവിടെ നിന്ന് ഉയരുന്നുണ്ട്. അവിടെ പിന്നെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വെറുതെ എനിക്കൊരു വെളിപാടുണ്ടായിട്ട് പറയുന്നതല്ല. വളരെ കൃത്യമായിട്ട് അവിടുത്തെ BJPയുടെ നേതാക്കൾ ഈ ആവശ്യവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരുപാട് വിവരങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതൽ വിവരങ്ങൾ അവർക്ക് പറയാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ലോക്കലായിട്ട് അവിടുത്തെ ആൾക്കാർ തന്നിരിക്കുന്ന വിവരങ്ങളാണ് ഞാൻ ഈ പങ്കുവച്ചത്. അതുകൊണ്ട് കൃത്യമായൊരു അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരട്ടെ. അതാണ് നമുക്ക് വേണ്ടത്.